ആദ്യ ഓവറിൽ ആദ്യ വിക്കറ്റ്, നാലാമത്തെ ഓവറിൽ അടുത്തത്, ആറാമത്തെ ഓവറിലും ഒൻപതാമത്തെ ഓവറിലും ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഓരോ വിക്കറ്റും വീഴ്ത്തിയാണ് ഇന്ത്യ 105 റൺസിലേക്ക് പാകിസ്ഥാനെ വരിഞ്ഞു കെട്ടിയത്. 106 റൺസാണ് ഇന്ത്യയുടെ വിജയലക്ഷ്യം. കഴിഞ്ഞ മത്സരത്തിൽ വലിയ പരാജയം, 58 റൺസിന്റെ പരാജയം ന്യൂസിലൻഡിനോട് നേരിട്ടപ്പോൾ ഇന്ത്യ തകർന്നു പോകും എന്നുള്ള വിധത്തിലായിരുന്നു വിലയിരുത്തലുകൾ. പക്ഷേ അങ്ങനെയല്ല, വലിയ തിരിച്ചുവരവ് ഇന്ത്യ നടത്തിയിരിക്കുന്നു. ഇന്ന് ആദ്യ മാച്ച് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ബാറ്റിംഗ് പിന്നിട്ട് കഴിയുമ്പോൾ ഇന്ത്യ വലിയ കരുത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ബൗളേഴ്സും നല്ല മികച്ച പ്രകടനത്തിലാണ്. അരുന്ധതി റെഡ്ഡി 3 വിക്കറ്റ് വീഴ്ത്തി. മലയാളി താരം ആശാ ശോഭന 1 വിക്കറ്റ് വീഴ്ത്തുന്നു. ഇങ്ങനെ എല്ലാവരും തന്നെ മികച്ച ഫോമിലാണ്. ഫീൽഡിങ്ങിലും മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. ഇനി കാത്തിരിക്കുന്നത് ബൗളിങ്ങിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ബൗളർമാരെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം എളുപ്പമായിരിക്കും, സുനിശ്ചിതമായിരിക്കും. സെമി ഫൈനലിലേക്കുള്ള മുന്നേറ്റം കുറച്ചുകൂടി എളുപ്പമാകും. കാരണം ഇന്നത്തെ ഈ മത്സരത്തിൽ വിജയിച്ചെങ്കിൽ മാത്രമേ സെമി ഫൈനലിലേക്കുള്ള ഒരു സാധ്യത വളരെ എളുപ്പത്തിൽ ഇന്ത്യക്ക് തുറന്നു കിട്ടുകയുള്ളൂ. അതിനുള്ള പോരാട്ടമാണ് അടുത്ത കളി. അത് എങ്ങനെ അവസാനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.